ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിറ്റിൽ ബീഡ്സ്. അപ്പോൾ ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പഴംപൊരിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. പഴംപൊരി ഏകദേശം എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പിയാണല്ലേ. നമ്മൾ ചിലയിടത്തു നിന്നൊക്കെ പഴംപൊരി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നാറുണ്ട്. എന്നാൽ കാണാൻ അത്ര സ്റ്റൈൽ ഉണ്ടാവാറില്ല ചിലപ്പോഴൊക്കെ. എന്നാൽ ചില പഴംപൊരിയൊക്കെ കാണുമ്പോൾ അതിൻ്റെ ലുക്ക് കാണുമ്പോൾ തന്നെ വാങ്ങി കഴിക്കാനായിട്ട് തോന്നും. പക്ഷെ നമ്മൾ വിചാരിച്ച ആ ടേസ്റ്റ് കിട്ടിയെന്നും വരില്ല. അപ്പോൾ ഇന്ന് നമ്മൾ അത്യാവശ്യം നല്ല ലുക്കും അതുപോലെ നല്ല ടേസ്റ്റും ഉള്ള ഒരു പഴംപൊരിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഒരുപാട് രീതിയിൽ പഴംപൊരി ഉണ്ടാക്കാറുണ്ട്. അതിലൊരു രീതിയാണ് കാണിക്കുന്നത്. ബാക്കി രീതികളൊക്കെ വഴിയെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ഇത് 1 കപ്പ് മൈദപ്പൊടിയാണ്. ഈ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 1/2 കപ്പ് കടലപ്പൊടി കൂടി എടുത്തിട്ടുണ്ട്. ഇത് അരിപ്പൊടിയാണ് കേട്ടോ. ഇത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഉണ്ട്. ഞാൻ പക്കോടയുടെ റെസിപ്പിയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനാണ് ഞാനിവിടെ അരിപ്പൊടി ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം. അപ്പത്തിൻ്റെ പൊടി, പുട്ടുപൊടി ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി എടുക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് 3-4 സ്പൂണൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് 2 ഏലക്ക കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടി ആഡ് ചെയ്യാം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ അപ്പത്തിൻ്റെ മാവ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഹോട്ടലുകളിലൊക്കെ സാധാരണ പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് പൊങ്ങി വരാൻ പുളിമാവ് ചേർക്കാറുണ്ട്. അപ്പം അതിന് പകരമായിട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി ഒന്നിങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഇളം ചൂടുവെള്ളം ഇതുപോലെ കുറച്ചായി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1.25 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇളം ചൂടേ ആകാവുള്ളൂ. ചൂട് കൂടി പോയാൽ മാവ് വെന്ത പോലെ ആയിട്ട് പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ എണ്ണ കുടിക്കും. കട്ടിയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി ഇത് നമുക്ക് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതുകൊണ്ട് ഇത് അടച്ച് മാറ്റി വെക്കാം. പിന്നെ പഴം ഇത്രയും പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ പഴുപ്പ് കുറഞ്ഞ പഴമാണ് എടുക്കുന്നതെങ്കിൽ മാവ് എത്ര നന്നായിട്ട് തയ്യാറാക്കി എടുത്താലും നിങ്ങൾ വിചാരിച്ച ആ പ്രോപ്പർ ടേസ്റ്റ് പഴംപൊരിക്ക് കിട്ടില്ല. പിന്നെ ഓവറായിട്ട് പഴുത്ത പഴവും എടുക്കരുത്, എണ്ണ കുടിക്കും. അപ്പോൾ 2 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് മാവ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്ക് പഴം കട്ട് ചെയ്തെടുക്കാം. ഞാൻ 2 രീതിയിലുള്ള കട്ടിങ് കാണിക്കുന്നുണ്ട്. ഒരെണ്ണം നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നത് പോലെ നീളത്തിലുള്ള പഴംപൊരിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു പഴം ഞാൻ 4ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ രീതി പഴം ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് കീറിയെടുക്കുന്നതാണ്. ഇപ്പോൾ വീട്ടിലൊക്കെ പഴംപൊരിയാക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്യുന്നതാണ് കേട്ടോ ഒന്നുകൂടി എളുപ്പം. ഇതുപോലെ കീറിയെടുക്കാം. ഇനി ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഒഴിച്ച മാവ് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരി ആക്കി തുടങ്ങാം. ആദ്യം ഞാൻ ചെറിയ പഴമാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ മാവിൽ മുക്കിയെടുക്കുക. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയും കൂടെ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ഇട്ട 2 റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പത്തിൻ്റെ മാവ് കുറച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ പഴംപൊരിയുടെ പുറംഭാഗം ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്ന് നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ സാധാരണ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പുറംഭാഗമൊക്കെ ഇങ്ങനെ ചുക്കി ചുളിഞ്ഞ പോലെയാണല്ലോ കിട്ടാറുള്ളത്. ഇത് നമുക്ക് ദോശമാവൊക്കെ ചേർത്തിട്ടും ഉണ്ടാക്കാവുന്നതാണ്. ദോശമാവ് ചേർക്കുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം വെക്കേണ്ടി വരും. ഒരു 5-6 മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും. അപ്പത്തിൻ്റെ മാവിൽ ഇപ്പോൾ നമ്മൾ ഈസ്റ്റ് അല്ലെങ്കിൽ കള്ളൊക്കെ ഉപയോഗിച്ച് കുറച്ച് പുളിപ്പിച്ചെടുക്കുന്നത് കൊണ്ട് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ വെക്കുമ്പോൾ തന്നെ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. ചുളിവോ ഒന്നുമില്ലാതെ നല്ല പഴംപൊരിയായിട്ട് കിട്ടും. പക്ഷേ പെട്ടെന്ന് ഇപ്പോൾ ഒരു ഗസ്റ്റ് വന്നാൽ നമുക്ക് നേരത്തെ തന്നെ ഇതുപോലെ മാവൊന്നും ഉണ്ടാക്കി വെക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പം ഇതുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അപ്പക്കാരം ചേർത്താൽ മതി. ഇനി നമുക്ക് നീളത്തിൽ കീറിയെടുത്ത പഴം കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ചുളിവൊന്നും ഇല്ലാതെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്.
പിന്നെ അപ്പക്കാരം ചേർക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പഴംപൊരി ഉണ്ടാക്കുമ്പോൾ വേറൊരു രീതിയിലാണ് കേട്ടോ ചെയ്യാറുള്ളത്. ആ റെസിപ്പി ഞാൻ ടൈം കിട്ടുമ്പോൾ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതും റെഡി ആയിട്ടുണ്ട്, നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. നല്ലൊരു ചൂട് ചായയോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ടൈം കിട്ടുമ്പോൾ എല്ലാവരും ഈ പഴംപൊരി ഉണ്ടാക്കി നോക്കുക. ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമൊക്കെ ആക്കുന്ന ദിവസങ്ങളിൽ കുറച്ച് മാവ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് വൈകുന്നേരം 4 മണിക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. താങ്ക്